ഗൈസ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് AICC ആസ്ഥാനത്ത് നടന്ന ചില സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന് തന്നെ പറയാം. ദേശഭക്തി ഗാനം, വന്ദേമാതരം ഇതൊക്കെ പ്രശ്നത്തിൽ പെടുന്നുണ്ടല്ലോ. അപ്പം വന്ദേമാതരം ആലപിച്ച സമയത്ത് AICCയിൽ ഫുള്ള് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധിയും അവരുടെ അധ്യക്ഷനും തമ്മിലുള്ള സംസാരങ്ങളും അതൊക്കെയായിരുന്നു നടന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. കണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ റിയാക്ഷനും കാര്യങ്ങളും നമുക്ക് വ്യക്തമാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ജനഗണമന പാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ദേമാതരം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്ദേമാതരം ഫുള്ള് പാടാൻ പാടില്ല, കുറച്ചേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിയാക്ഷനാണ് കണ്ടത്. അതിനെ കംപ്ലീറ്റ് പാടുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൂടിയാണ് സോണിയാഗാന്ധി ശ്രമിച്ചത്. എനിക്ക് മനസ്സിലാകാത്തത്, ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ ഈ വന്ദേമാതരത്തെ പറ്റിയുള്ള യാതൊരു പ്രശ്നങ്ങളും പറയുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തില്ല. പക്ഷേ വീണ്ടും അത് BJPയുടെ ഒരു സംഭവമാണ്, അവർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസും മറ്റു പാർട്ടികളും ഇതിനെ കൊണ്ടുവന്നെത്തിച്ചു. കാരണം ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ മറ്റ് കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ എടുത്തു നിന്നത് ഫൈനലി വന്ദേമാതരമാണ്. അത് BJPക്കാരായിട്ട് ഉണ്ടാക്കിയതല്ല, മറ്റ് പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇതിനെയൊക്കെ എന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വന്ദേമാതരവും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പണ്ടത്തെ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പോലും ആലപിച്ചിട്ടുള്ള ഗാനം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അത് BJPയുടെ അല്ലെങ്കിൽ സംഘികളുടെ ഒരു പാട്ടായിട്ട് മാറ്റിയെടുത്തത് മറ്റു പാർട്ടികൾക്ക് ചേർന്നാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി രേഖപ്പെടുത്തണം കേട്ടോ.